കേരള സംസ്ഥാനത്ത് 2026 തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. 102 സീറ്റുകളോടുകൂടി UDF അധികാരത്തിൽ വന്നിരിക്കുകയാണ്. ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 99 സീറ്റുകളോടുകൂടിയാണ് LDF അധികാരത്തിൽ വന്നത്. 5 വർഷം കഴിയുമ്പോഴേക്ക് UDFന് 102 സീറ്റിലോടുകൂടി ജനങ്ങൾ അധികാരം കൈമാറിയിരിക്കുകയാണ്. ഇങ്ങനെ വരുമ്പോൾ എവിടെയാണ് ഈ LDFന് പിഴച്ചത്? UDFിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്താണ് എന്നുള്ള കാര്യം വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. ഈ 5 കൊല്ലത്തിനുള്ളിൽ എന്തൊക്കെ വാഗ്ദാനങ്ങൾ നൽകാതിരുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത എന്തൊക്കെ പ്രവൃത്തികൾ കാരണമാണ് ഈ LDF ഗവൺമെൻറ് അധികാരത്തിന് പുറത്തേക്ക് പോയതെന്ന് നമുക്ക് അത് പരിശോധിച്ചാണ് പറയാൻ സാധിക്കുള്ളൂ. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്. ഇപ്പോൾ അധികാരത്തിൽ വന്നിരിക്കുന്ന UDF ഗവൺമെൻറ്റിൽ നിന്ന് ജനങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്ന ഒരു വലിയ ചോദ്യമുണ്ട്. ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട 10 കാര്യങ്ങൾ ഓൺ ദ റോഡ് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും അയക്കാവുന്നതാണ്. അവർ പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ വന്നിരിക്കുന്ന ഗവൺമെൻറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന 10 കാര്യങ്ങൾ. ഓരോ പ്രേക്ഷകനും ഇക്കാര്യം ഓൺ ദ റോഡ് മീഡിയയെ അറിയിക്കാവുന്നതാണ്. അവ എന്താണെന്നുള്ളത് നമ്മൾ പ്രക്ഷേപണം ചെയ്യുകയും അവ എന്താണെന്നുള്ളത് അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന സർക്കാരിനെ നേരിട്ട് അറിയിക്കുകയും അവരുടെ പ്രതികരണം എന്താണ്, ഈ 10 വിഷയങ്ങളിലും അവരുടെ പ്രതികരണം എന്താണെന്നുള്ളത് ജനങ്ങളെ തിരിച്ചറിയിക്കുകയും ചെയ്യും. ഇത് ഞങ്ങൾ ആലോചിച്ചത് കാരണം നമുക്കറിയാം, എപ്പോഴും ജനങ്ങളുടെ ശബ്ദം സർക്കാരുകൾ തിരിച്ചറിയണമെന്നില്ല. ആ ശബ്ദം തിരിച്ചറിയാതിരുന്നത് തന്നെയാണ് തീർച്ചയായിട്ടും ഈ LDF ഗവൺമെൻറ് പുറത്തേക്ക് പോകാനും LDF 35 സീറ്റുകളിൽ ഒതുങ്ങുവാനും ഉണ്ടായ പ്രധാന കാരണം. ഇപ്പോൾ നമുക്കറിയാം, ധാരാളം കേരളിന് വേണ്ടി ഇട്ടിരിക്കുന്ന മഞ്ഞക്കുറ്റികളുണ്ട്. അന്ന് ഈ പദ്ധതിയുമായിട്ട് വരുമ്പോൾ തന്നെ വലിയ ജനരോഷം ഉയർന്നതാണ്. പക്ഷേ അത് ശ്രദ്ധിക്കപ്പെട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ 3 കറുത്ത ഇന്നോവകൾ ഇനിയിപ്പോൾ ടൂറിസം വകുപ്പിൻ്റെ ഉപയോഗത്തിലേക്ക് പോകാൻ പോവുകയാണ്. അതിൻ്റെ കൂടെ ഓടിയിരുന്ന അനേകം വാഹനങ്ങൾ അതിൻ്റെ പേരൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകും. ഈ രീതിയിൽ ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യത്തിൽ, ജനങ്ങളുടെ അഭിലാഷങ്ങൾ സാധൂകരിക്കുന്ന കാര്യത്തിൽ വരുന്ന വീഴ്ചയാണ് ഒരു ഗവൺമെൻറ്റിനെ തീർച്ചയായും താഴ്ത്തിറക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇനി വരാൻ പോകുന്ന ഇപ്പോൾ മന്ത്രിസഭയിൽ നിന്ന് എന്താണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് അറിയാൻ ഞങ്ങൾക്ക് അതിയായ താല്പര്യമുണ്ട്. ആ കാര്യങ്ങൾ വരുന്ന സർക്കാരിനെ അറിയിക്കാനും ഞങ്ങൾ ഒരുക്കമാണ്. അതിനാൽ എന്താണ് അടുത്ത ഗവൺമെൻറ്റിൽ നിന്ന് ഈ പരിപാടി കാണുന്ന പ്രേക്ഷകർ ഉദ്ദേശിക്കുന്നത്, എന്താണ് ഗവൺമെൻറ് പ്രയോറിറ്റി കൊടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ദയവായി കമൻറ്റായി ഇടുക. ഈ കാര്യം കൃത്യമായി നമ്മൾ സംപ്രേഷണം ചെയ്യുന്നതും അതുപോലെ തന്നെ ഈ കാര്യം കൃത്യമായിട്ട് സർക്കാരിനെ അറിയിക്കുന്നതുമാണ്. സർക്കാരിൻ്റെ ഈ കാര്യത്തിലുള്ള പ്രതികരണം എന്താണെന്നുള്ളതും നമ്മൾ വ്യക്തമായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതാണ്. ഇതൊരു നവീനമായ സംരംഭമാണ്. ഇതിൽ ഓരോ പ്രേക്ഷകൻ്റെയും ആത്മാർത്ഥമായ സഹകരണം അഭ്യർത്ഥിക്കുന്നു. കാരണം ഇത് ശബ്ദമില്ലാത്ത ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മുടെ ഭരണാധികാരി അറിയിക്കാനുള്ള ഒരു കൃത്യമായ മാർഗമാണ്. ഇത് ഞങ്ങൾ അറിയിക്കുകയും അതിൻ്റെ പ്രതികരണം എന്താണെന്നുള്ളത് തിരിച്ച് അറിയിക്കുകയും ചെയ്യും. അതിനാൽ ദയവായി ഈ പരിപാടിയിൽ എല്ലാവരും, കാണുന്ന എല്ലാ പ്രേക്ഷകരും പങ്കുചേരുക. കമൻറ്റ് ബോക്സിൽ എന്താണ് ഈ സർക്കാരിൻ്റെ പ്രയോറിറ്റി എന്നുള്ളത്, നിങ്ങളുടെ മനസ്സിൽ എന്താണ് പ്രയോറിറ്റി എന്നുള്ളത് കൃത്യമായിട്ട് അറിയിക്കുക. ഇത് വളരെ ഗൗരവത്തോടു കൂടി എടുക്കുക.